രാഹുൽ ഗാന്ധി എന്തിനാണ് വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നത്? രാഹുൽ ഗാന്ധിക്ക് ഉത്തരേന്ത്യയിൽ മത്സരിക്കാമല്ലോ. കേരളത്തിൽ വന്ന് മത്സരിച്ചാൽ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ പറയുന്നതൊക്കെ കേൾക്കേണ്ടി വരും. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടയാളല്ല. രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ പാർട്ടിക്കെതിരെ കേരളത്തിൽ മത്സരിക്കുന്ന CPIMന്റെ നേതാവാണ്, മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി എന്ന നിലയിൽ എല്ലാ മണ്ഡലങ്ങളിലും പോയി പ്രചാരണം നടത്താൻ പിണറായി വിജയൻ ഇറങ്ങിയിട്ടുണ്ട്. പിണറായി വിജയൻ അവിടെ BJPയെ വിമർശിക്കുന്നുണ്ട്, നരേന്ദ്രമോദിയെ വിമർശിക്കുന്നുണ്ട്. നരേന്ദ്രമോദിയെക്കുറിച്ച് തന്നെ ഇങ്ങനെ രാമനാമം ഉരുവിടുന്നത് പോലെ നരേന്ദ്രമോദി നരേന്ദ്രമോദി എന്ന് പിണറായി വിജയൻ പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് രാഹുലിനെ എങ്ങനെ ശഠിക്കാനാകും? രാഹുൽ ഗാന്ധി പറയുന്നത് പോലെയാണോ പിണറായി വിജയൻ പ്രചാരണം നടത്തേണ്ടത്? ഇവിടെ മോദിയെ വിട്ട് രാഹുലിനെതിരെയോ എന്നല്ല, കേരളത്തിൽ പിണറായി വിജയന് എതിർക്കേണ്ടത് UDFനെയാണ്. UDFന്റെ 20 സ്ഥാനാർത്ഥികളെയും പിണറായി വിജയൻ വിമർശിക്കും. അതുപോലെ തന്നെ 20 സ്ഥാനാർത്ഥികൾക്കെതിരെയും പ്രചാരണം നടത്തും. അത് ഇടതുപക്ഷം ചെയ്യേണ്ട, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രി ചെയ്യേണ്ട ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ്. രാഷ്ട്രീയ ഉത്തരവാദിത്തം എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം രാഷ്ട്രീയം എന്താണെന്ന് അറിയണം. അത് രാഹുൽ ഗാന്ധി ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ പ്രതികരണങ്ങളിൽ നിന്ന്. പക്വതക്കുറവ് എന്നൊക്കെയാണ് ഇവിടെ സ്മൃതി മാഡം ആയാലും ഉണ്ണിസാർ ആയാലും ഒക്കെ പറഞ്ഞത്. അതൊരു അമച്വർ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതല്ല. രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയം അറിയില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ വിദ്യാഭ്യാസം രാഹുൽ ഗാന്ധിക്ക് കൃത്യമായ രീതിയിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ കെട്ടിയിറക്കിയ ആളുകളാകുമ്പോൾ ഇങ്ങനെയൊക്കെ ആകും. പിണറായി വിജയൻ ഏതായാലും അങ്ങനെയല്ല എന്നുള്ളത് കേരളത്തിലെ ആളുകൾക്കറിയാം. പിണറായി വിജയനെ പിന്തുണച്ചുകൊണ്ട്, അല്ലെങ്കിൽ പിണറായി വിജയൻ ആണ് ഇക്കാര്യത്തിൽ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അത് രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ കണ്ണൂരിലെ സ്റ്റേറ്റ്മെന്റ് ആണ് എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇന്ന് പറഞ്ഞത് എന്താണ്? മുഖ്യമന്ത്രി പിണറായി വിജയനെ കേന്ദ്ര സർക്കാർ ഇതുവരെ ജയിലിലാക്കാത്തത് എന്തുകൊണ്ടാണ്? ജയിലിലാക്കുന്നത് എപ്പോഴാണ്? ഒരാൾ കുറ്റം ചെയ്തുവെന്ന് കണ്ടെത്തി അയാളെ ആ കേസിൽ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ജയിലിലേക്ക് എത്തേണ്ടത്. അല്ലാതെ നരേന്ദ്രമോദി വന്നിട്ട് ദാ പിണറായി വിജയനെ ജയിലിലേക്കാക്കൂ ED എന്ന് പറയുകയല്ലല്ലോ. പിണറായി വിജയനെതിരെ ഏതെങ്കിലും കേസുകൾ ഉണ്ടെങ്കിൽ അതിൽ അന്വേഷണം നടത്തി അങ്ങനെയാണ് ശിക്ഷിക്കുന്നത്. രാഹുൽ ഗാന്ധിക്കെതിരെ നടപടിയെടുത്തു. അതുകൊണ്ട് ഇത് ചെറിയ കുട്ടികൾ പറയുന്നത് പോലെയാണ്. മോശമായി പോയി രാഹുൽ ഗാന്ധി ഇങ്ങനെയൊക്കെ പറയുന്നത്. താങ്കൾ ഒന്നുമില്ലെങ്കിലും 50 വയസ്സ് കഴിഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവല്ലേ? അതിൻ്റെ ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്വവും രാഷ്ട്രീയ പക്വതയും അല്പമെങ്കിലും രാഷ്ട്രീയ ബോധ്യവും ഒക്കെ അങ്ങേക്ക് ഉണ്ടാകേണ്ടതായിരുന്നു. എന്തായാലും നിർഭാഗ്യവശാൽ അതൊന്നും രാഹുൽ ഗാന്ധിക്ക് ഇല്ല എന്ന് കേരളത്തിൽ രാഹുൽ ഗാന്ധിയെ എടുത്തു പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാക്കി കൊടുത്ത ദിവസമാണ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ കണ്ണൂർ പ്രസംഗത്തിൽ നമ്മൾ കണ്ടത്. ഒരാൾ BJP ആക്രമിച്ചാൽ 24 മണിക്കൂറിനകം തിരിച്ചാക്രമിക്കുന്നതാണ് അവരുടെ ശൈലി. ശരിയാണ്, BJP തിരിച്ച് ആക്രമിക്കാറുണ്ട്. രാഹുൽ ഗാന്ധിയെ ആക്രമിക്കുന്നു, പിണറായി വിജയനെ ആക്രമിക്കുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധിയുടെ പരാതി. അപ്പോൾ രാഹുൽ ഗാന്ധിയെ ഒന്നും പറയാൻ പാടില്ല, എന്നെ പറഞ്ഞാൽ ഞാൻ കരയും. ഇതാണ് രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ പ്രസംഗത്തിന്റെ ഒരു ലൈൻ. അതായത് എന്നെ ഒന്നും പറയാൻ പാടില്ല, അല്ല എന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾ പിണറായി വിജയനെയും പറയണം. ഇതാണ് രാഹുലിന്റെ ഒരു ലൈൻ. ഈ ലൈൻ പിടിച്ചുകൊണ്ട് എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നത്? ഇവിടെയാണ് പ്രശാന്ത് കിഷോർ പറഞ്ഞ ആ അവധി എടുക്കാറായിരിക്കുന്നു രാഹുൽ ഗാന്ധിക്ക്. ആ അവധി എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിയുമ്പോൾ എടുക്കുകയും ചെയ്യാം. കോൺഗ്രസിന്റെ കട രാഹുൽ ഗാന്ധി ഇങ്ങനെ തുറന്നു വെച്ച്, രാഹുൽ ഗാന്ധിയാണ് കച്ചവടക്കാരനെങ്കിൽ ആ കട പൂട്ടുമെന്നുള്ളത് ഉറപ്പിക്കുന്നതാണ് ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത്. നരേന്ദ്രമോദി മറുഭാഗത്ത് പറയുന്നത് എന്താണ്? എനിക്കിനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, രാജ്യത്തെ മുന്നോട്ട് നയിക്കാനുണ്ട്. ഇതുവരെ നിങ്ങൾ കണ്ടതിനപ്പുറത്തേക്ക് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ പാർട്ടി ശ്രമിക്കുന്നത് എന്ന് പറയുന്ന നരേന്ദ്രമോദിയോട് രാഹുൽ ഗാന്ധി ഇന്ന് കണ്ണൂരിൽ പറയുന്ന സ്റ്റേറ്റ്മെന്റ് കൂടി കേൾക്കണം. രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത്, ഓരോ ദിവസവും ഉറക്കമുണരുമ്പോൾ BJPയെയും RSSനെയും എങ്ങനെ അസ്വസ്ഥപ്പെടുത്താം എന്നതാണ് എൻ്റെ ചിന്ത. അതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അതായത് രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ ആ ഒരു കുനിഷ്ഠ ചിന്ത മാത്രമേ ഉള്ളൂ. അല്ലാതെ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാം, എന്തൊക്കെ പുതിയ കാര്യങ്ങൾ ചെയ്യാം, അധികാരത്തിൽ വന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ ഇന്ത്യ ബ്ലോക്കിന് ഒന്നിച്ച് ചെയ്യാൻ കഴിയും. അപ്പോൾ ആ ഇന്ത്യ ബ്ലോക്കിന്റെ കൂട്ടായി നിൽക്കേണ്ട പിണറായി വിജയനെ ജയിലിലടയ്ക്കണം. ആവശ്യം നമ്പർ 1. കൊള്ളാം, നന്നായിട്ടുണ്ട്. അതാണ് രാഹുൽ ഗാന്ധിയോട് പറയാനുള്ള ആദ്യത്തെ കാര്യം. പിന്നെ ദില്ലിയിൽ ഇരുന്നുകൊണ്ട് കേന്ദ്ര ഏജൻസികളെ, അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലാക്കി കഴിഞ്ഞാൽ ഉടനെ കേന്ദ്ര ഏജൻസിയും EDയും ഒക്കെ മോശമാണ്. പക്ഷേ അതേ ED കേരളത്തിൽ പിണറായി വിജയനെ ജയിലിലാക്കണം. എന്തൊരു ഇരട്ടത്താപ്പാണ് ഇത്! പറയുന്ന രാഹുൽ ഗാന്ധി കൃത്യമായി കാര്യങ്ങളൊന്നും ആലോചിക്കാതെയാണോ, ഒരു ബോധവും ഇല്ലാതെ എന്തൊക്കെയോ വിളിച്ചു പറയുകയാണോ എന്നൊക്കെ തോന്നിപ്പോകും ഇന്നത്തെ കണ്ണൂർ പ്രസംഗം കണ്ടു കഴിഞ്ഞാൽ. പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്നുള്ളതാണ് മറ്റൊരു ആരോപണം. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ കേന്ദ്രം കേരളത്തെ ഞെരുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സുപ്രീം കോടതി വരെ പോയ സംസ്ഥാനം കേരളമാകുന്നതും അവിടെ ആ ഫൈറ്റ് അവർ തുടരുകയും ചെയ്യുന്നതും. അപ്പോൾ അതൊക്കെ വലിയ അഡ്ജസ്റ്റ്മെന്റ് ആണ്, രാഹുൽ ഗാന്ധിയുടെ കണ്ടുപിടുത്തമാണ്. 2 മുഖ്യമന്ത്രിമാർ ജയിലിലായതുകൊണ്ട് പിണറായിയെ ജയിലിലടക്കണമെന്ന് പറയുന്ന വാദം എന്തായാലും പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി അത് നിലനിൽക്കില്ല. കേരള മുഖ്യമന്ത്രി 24 മണിക്കൂറും ആക്രമിക്കുന്നു. അത് കേരളത്തിൽ വന്ന് മത്സരിച്ചാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്, ആക്രമിക്കും. പ്രചാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അല്ലാതെ ആരുടെയും ആക്രമണം ഏൽക്കാതെ ഒരു പട്ടുതൂവാലയിൽ പൊതിഞ്ഞ് MP സ്ഥാനം കിട്ടുകയൊന്നുമില്ല. ആ സ്ഥാനത്തിരുന്ന്, അല്ലെങ്കിൽ അതിനായി മത്സരിക്കുമ്പോൾ അങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ നേരിടേണ്ടി വരും. അത് രാഹുൽ ഗാന്ധി ആയാലും നേരിടണം, മറ്റേത് സ്ഥാനാർത്ഥി ആയാലും നേരിടണം. അല്ലാതെ എന്നെ മാത്രം ഒന്നും പറഞ്ഞുകൂടാ, പറഞ്ഞാൽ ഞാൻ കരയും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. പിന്നെ സ്വന്തം പാർട്ടിയുടെയോ ഘടകകക്ഷിയായ ലീഗിന്റെയോ പതാക, അതാണല്ലോ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമായി ഇപ്പോൾ ഇടതുപക്ഷം ഉയർത്തിക്കാട്ടുന്നത്. അത് ശരിയല്ലേ? സ്വന്തം പതാക പോലും ഉയർത്തിപ്പിടിക്കാതെ സ്വന്തം മണ്ഡലത്തിൽ പ്രചാരണം നടത്തുന്ന രാജ്യത്തെ ഏക സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി ആയിരിക്കും.
മറ്റെല്ലായിടത്തും പ്രചാരണം നടക്കുമ്പോൾ അതാത് പാർട്ടികളുടെ കൊടികൾ അല്ലെങ്കിൽ അതാത് പാർട്ടികൾ സഖ്യകക്ഷികൾ അവരുടെയൊക്കെ കൊടികൾ നമ്മൾ കാണുന്നുണ്ട്. എൻ്റെ ശ്രദ്ധയിൽ നിങ്ങൾക്ക് മറിച്ച് പറയാനുണ്ടെങ്കിൽ തിരുത്താം. എൻ്റെ ശ്രദ്ധയിൽ എന്തായാലും ഈ 543 മണ്ഡലത്തിൽ വയനാട് മണ്ഡലത്തിൽ മാത്രമാണ് ഇങ്ങനെ ഒരു സവിശേഷമായ സാഹചര്യം ഞാൻ കാണുന്നത്. അപ്പോൾ ഘടകകക്ഷിയുടെ പതാകയില്ല, കോൺഗ്രസിന്റെ പതാകയില്ല, ത്രിവർണ്ണ തൊപ്പികളൊക്കെ കണ്ടു. അപ്പോൾ അതിനുള്ള ധൈര്യം കാണിക്കാത്ത രാഹുൽ ഗാന്ധി ഇന്ന് വന്നിട്ട് പറയുകയാണ്, നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ഞാനാണ്, ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ വിമർശിക്കാൻ, ആരും പിണറായി വിജയന് പേടിയാണ്. പിണറായി വിജയന്റെ പാർട്ടിയുടെ കൊടിയും അതുപോലെ തന്നെ INL പച്ചക്കൊടിയും ഒക്കെ പിടിച്ചു തന്നെയാണ്. ബൃന്ദാക്കാരായിട്ട് വന്നപ്പോഴും ആ 2 കൊടിയും ഒന്നിച്ച് ഉയർത്തി പിടിച്ചതൊക്കെ നമ്മൾ ദൃശ്യങ്ങളിലൂടെ കണ്ടതാണ്. അപ്പോൾ ആർക്കാണ് ധൈര്യം? ഏത് പാർട്ടിക്കാണ് ധൈര്യം? സ്വന്തം മണ്ഡലത്തിൽ പോലും അത് ചെയ്യാൻ കഴിവില്ലാത്ത രാഹുൽ ഗാന്ധി വന്നിട്ട് പിണറായി വിജയനെ അങ്ങ് വിമർശിച്ചിട്ട് പോവുകയാണ്. പിന്നെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, 24 മണിക്കൂർ ഞാനാണ് BJPയെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ശരിയാണ്, ഒരു ശല്യമാണ്. കാരണം ഒരു രാഷ്ട്രീയ പോരാട്ടമല്ല, ശല്യമാണ്. അത് അദ്ദേഹം തുറന്ന് സമ്മതിച്ചത് എന്തായാലും നന്നായി എന്നുള്ളതാണ്. ഇനി രാഹുൽ ഗാന്ധി പറയുന്ന ആർഗ്യുമെന്റ് അത് അദ്ദേഹത്തിന് തന്നെ തൊട്ടുമുന്നിൽ നടന്നത് അദ്ദേഹം കാണാതെ പോയത് കൊണ്ടാണ് എന്ന് ഞാൻ കരുതുന്നു. കാരണം കഴിഞ്ഞ ഫെബ്രുവരി 8-ാം തീയതി ഡൽഹിയിൽ ഒരു സമരം നടന്നായിരുന്നു. കേരളമാണ് ആ സമരത്തിന് മുൻകൈ എടുത്തത്. ഡൽഹി ചലോ എന്നായിരുന്നു ആ സമരത്തിന്റെ പേര്. അതിലേക്ക് ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രിയൊക്കെ വന്നിരുന്നു. കേരളം ആ സമരം നടത്തിയത് ഫെഡറലിസം സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെയാണ്. ആ സമരത്തിന് നേതൃത്വം നൽകിയത് രാഹുൽ ഗാന്ധി വിമർശിച്ച ഇതേ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അപ്പോൾ ഡൽഹിയിൽ നടന്നതായതുകൊണ്ടായിരിക്കും അദ്ദേഹം ഡൽഹിയിൽ ഇരുന്നതൊന്നും കാണാതെ പോയത്. ഇവിടെ കേരളത്തിൽ വന്ന് വയനാട് മണ്ഡലത്തിലേക്ക് വരാറില്ല. അതുകൊണ്ട് കേരളത്തിലെ സമരങ്ങളും പൗരത്വ നിയമത്തിലടക്കം നടന്ന പ്രതിഷേധങ്ങളും ഏക സിവിൽ കോഡ് വിഷയത്തിൽ നടന്ന പ്രതിഷേധങ്ങളും ഒന്നും രാഹുൽ ഗാന്ധി കാണാത്തതായിരിക്കും. പക്ഷേ ഡൽഹിയിൽ നടന്ന, ഫെബ്രുവരിയിൽ നടന്ന ഈ ഡൽഹി ചലോയെങ്കിലും പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ഒന്ന് കാണേണ്ടതായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇത്തരം ബാലിശമായ ഒരു ആരോപണം ഉന്നയിക്കുമായിരുന്നില്ല. അന്ന് അവിടെ സീതാറാം യെച്ചൂരി, D രാജ, അവർക്കൊപ്പം തമിഴ്നാട് IT മന്ത്രി പളനിവേൽ ത്യാഗരാജൻ ഉണ്ടായിരുന്നു. ഇതേ ഇന്ത്യ ബ്ലോക്കിന്റെ രാഹുൽ ഗാന്ധിയുടെ തമിഴ്നാട്ടിലെ സഖ്യകക്ഷിയുടെ മന്ത്രിയാണ് പളനിവേൽ ത്യാഗരാജൻ. ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉണ്ടായിരുന്നു, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വന്നു. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് എംപിമാരെ ഒന്നും കണ്ടില്ല. കേന്ദ്രത്തിനെതിരെയുള്ള പ്രതിഷേധത്തിൽ നിന്ന് അപ്പോൾ ഡൽഹിയിൽ ക്രെഡിറ്റ് പിണറായി എടുക്കുമെന്ന് വെച്ച് ഒളിച്ചോടിയതാരാ? അത് കോൺഗ്രസ് ആണ്, കോൺഗ്രസിന്റെ എംപിമാരാണ്. അപ്പോൾ ആ എംപിമാരിൽ ഒരാളാണ് രാഹുൽ ഗാന്ധി. കേരളത്തിന്റെ സമരത്തിന് എന്താ വയനാട് MP പോകാതിരുന്നത്? കേരളത്തിന് വേണ്ടി എന്താണ് പോയി സംസാരിച്ചിട്ടുള്ളത്? വയനാട്ടിലെ വന്യജീവി പ്രശ്നം പരിഹരിക്കുമെന്ന് പ്രകടന പത്രികയിൽ ഒരു വാചകം ഉണ്ടോ രാഹുൽ ഗാന്ധിക്ക്? ഇതൊന്നുമില്ലാതെ പിണറായി വിജയൻ മോശം എന്നിങ്ങനെ പാനിക് അറ്റാക്ക് വന്നതുപോലെ ജപിച്ചുകൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇക്കാര്യത്തിൽ നരേന്ദ്രമോദിക്കെതിരെ പറയുന്നുണ്ടോ എന്നുള്ളതാണല്ലോ. മോദിയെ വിട്ട് രാഹുലിനെതിരെ നീങ്ങുകയാണോ പിണറായി വിജയൻ എന്നുള്ളത്. പിണറായി വിജയൻ നരേന്ദ്രമോദിക്കെതിരെയും BJPക്കെതിരെയും ശക്തമായി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പിണറായി വിജയനെ എൻഡോഴ്സ് ചെയ്യുന്ന, പിണറായി വിജയൻ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണോ എന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ രാഹുൽ ഗാന്ധി മാത്രമാണ് സിംഗിൾ എയിം എന്ന രീതിയിലൊന്നും പിണറായി വിജയൻ പോകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ സ്റ്റാൻഡ്. Meet the editors.